ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ചലഞ്ചാണ്. ബ്ലാക്ക് ചലഞ്ച് എന്ന് വെച്ചാൽ 24 hours നമ്മൾ ബ്ലാക്ക് കളർ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് 5 മണിക്കാണ്. വൈകിട്ട് 5 മണിക്ക്. നാളെ അപ്പോൾ വൈകിട്ട് 5 മണിക്ക് അത് എൻഡ് ചെയ്യും. നമ്മൾ ബ്ലാക്ക് കളർ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സും ബ്ലാക്ക് കളർ തന്നെയായിരിക്കും. അതാണ് അപ്പോൾ ചലഞ്ച്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ചായിരുന്നു ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡോണട്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനോട് ഇപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് തോർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തിരുന്ന് ഇങ്ങനെ ചായയും കോഫിയും പിന്നെ ഈ ഡോണട്ടും കൂടി ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഫീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു സത്യം പറയാമല്ലോ. പക്ഷേ ഒരു പ്രോബ്ലം പറ്റിയതെന്നു വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഈ മഴയൊക്കെ തോർന്നുകൊണ്ട് കിളികളുടെ ഒടുക്കത്തെ ശബ്ദമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. രാത്രിയിലത്തേക്ക് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ത സെറ്റാക്കാനാണ്. ഈ ബ്ലാക്ക് കളർ പാസ്ത അന്വേഷിച്ചിട്ടുണ്ടല്ലോ, ഞാൻ കുറേ നടന്നു, ഒരുപാട് സൂപ്പർ മാർക്കറ്റിൽ നോക്കി. ലാസ്റ്റ് എനിക്ക് ബ്ലാക്ക് കളർ പാസ്ത മാത്രമായിട്ട് കിട്ടിയില്ല. പക്ഷേ ഈ ജർമ്മനിയിലത്തെ ഫുട്ബോളിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ 3 കളറുള്ള പാസ്ത, യെല്ലോ, റെഡ്, ബ്ലാക്ക്, അപ്പോൾ അത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ബ്ലാക്ക് പാസ്ത മാത്രമായിട്ട് മാറ്റിയെടുക്കാമെന്ന്. എന്നിട്ട് തോന്നക്കൽ പഞ്ചായത്തിൽ ഓരോ അരിമണിയും പറക്കിയെടുക്കുന്ന പോലെ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇതിന് ബ്ലാക്ക് കളർ പാസ്ത മാത്രം എടുത്ത് പറക്കിയെടുക്കാമെന്ന്. നമുക്ക് ഇത്രയും പാസ്ത കിട്ടിയിട്ടുണ്ട്, ബ്ലാക്ക് കളർ പാസ്ത കിട്ടിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് നോക്കി, ഇത് ബ്ലാക്ക് കളർ വെറുതെ ചേർത്തേക്കൊന്നുമില്ല. ഇവര് മറ്റേ കൂന്തലില്ലേ, കൂന്തൽ ഫിഷിൻ്റെ ആ മഷിയില്ലേ, അതുകൊണ്ട് എന്താണ് ഈ ബ്ലാക്ക് കളർ പാസ്ത ഇവരുണ്ടാക്കിയേക്കണേ. ഇതിലുള്ള മറ്റേ യെല്ലോ കളറും റെഡ് കളറും പാസ്തയില്ലേ, അതിൽ റെഡ് കളറ് ബീറ്റ്റൂട്ടും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടാണ് ഇവർ ആ യെല്ലോ കളറ് ആക്കിയെന്നുമാണ് ഇതിൽ എഴുതിയേക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ഇത് കഴിക്കാമെന്ന് കൂടിയാണല്ലോ വെച്ചത്. അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി പുരട്ടി വെച്ചിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളർ ചിക്കനായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ, നല്ല ഫുൾ ബ്ലാക്കിലാണ്. കറക്റ്റായി കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ മറ്റേ നമ്മുടെ ഗരം മസാലയും പിന്നെ കുരുമുളക്, സോയാ സോസ്, അങ്ങനെ ഫുൾ കൈ കിട്ടുന്ന ഫുൾ ബ്ലാക്ക് കളർ സാധനം കൊണ്ടുള്ള മിക്സ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയേക്കണത്. കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. മസാല ടേസ്റ്റ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന് ഗ്രില്ല് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോഴേ ഗ്രില്ല് ചെയ്യാൻ വെക്കാം. ചിക്കൻ ആക്ച്വലി ഞാനൊരു 5 hours മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നന്നായി പിടിച്ചിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് പാസ്ത വേവിച്ചെടുക്കണം. അപ്പം ഞാനതിൽ കുറച്ച് വാട്ടറും ഒലീവ് ഓയിലും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് ഇപ്പോൾ ഞാൻ പാസ്ത ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. വൈനും ബ്ലാക്കാണ്. അപ്പോൾ നമുക്കൊന്ന് വൈനും കുടിച്ചുകൊണ്ട് പാസ്ത ഉണ്ടാക്കാം. പാസ്തയിലും കുറച്ച് വൈൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് റെഡ് വൈനാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് കാണാം ഫുൾ ബ്ലാക്കാണ്. റെഡ് വൈനിൻ്റെ പേരുള്ളൂ, അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതും കുടിക്കാം. ഓക്കെ, ഇങ്ങനെ ഫുൾ വെള്ളം വന്നിട്ട് വരിക, കരയണതല്ല. ചിലപ്പോൾ ഒനിയനിങ്ങനെ എനിക്ക് പണി തരാറുണ്ട്. കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കനും പാസ്തയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് നല്ല ബ്ലാക്ക് കളറിലാണ് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന സംഭവം കിടുക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാസ്ത അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ കണ്ടിട്ട് തന്നെ ഉഗ്രനാണ്. ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേ സോയാ സോസിൻ്റെ ഒക്കെ ടേസ്റ്റും പിന്നെ നമ്മൾ കുറേ മറ്റേ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 5 hours അത് പിടിക്കാനൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്.
പാസ്ത ആ വൈനും പിന്നെ വൈൻ്റെ കൂടെ യോജിക്കാനായിട്ട് ഞാൻ തൈമൊക്കെ ചേർത്തായിരുന്നു. അതുകൊണ്ട് അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത് ബ്ലാക്ക് കളർ പാസ്ത നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. കാരണം കൂന്തളിനും മഷിയൊക്കെ ചേർക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇനി ഭയങ്കര ഫ്ലേവർ വരുമെന്ന്. പക്ഷെ അങ്ങനെ ഫ്ലേവറൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മുടെ സാദാ പാസ്തയേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു സ്വീറ്റായിട്ട് കഴിക്കാനായിട്ട് ഞാൻ ലിൻഡിൻ്റെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചായിരുന്നു. അത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ലിൻഡ് ആയതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പൊതുവിൽ എനിക്ക് ഇത് ഇഷ്ടമല്ല, ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. പക്ഷേ ലിൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു ഫാനല്ല, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫാനല്ല. എനിക്ക് ഇത്രയും ചോക്ലേറ്റ് ഇഷ്ടമല്ല. നാളെ എനിക്ക് വർക്കുള്ളൊരു ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ നാളേക്ക് ഒരു ചിയ സീഡ് പുഡിങ്ങാണ് റെഡിയാക്കാമെന്ന് വെക്കുന്നത്. അപ്പോൾ അത് ഇന്ന് തന്നെ മിൽക്കും ചോക്ലേറ്റ് പൗഡറൊക്കെ ചേർത്ത് ആ മിക്സിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഉറങ്ങാൻ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ച ഈ പുഡിങ്, ചിയ സീഡിൻ്റെ ഈ പുഡിങ്ങാണ് കഴിക്കുന്നത്. ഇതിൽ ഞാൻ 2 ബ്ലൂബെറി അല്ല ബ്ലാക്ക്ബെറിയും കൂടി ഇട്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കാണാം, ഈ ബ്ലാക്ക്ബെറിയും കൂടി ഇട്ടായിരുന്നു. നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൽ കുറച്ചും കൂടി ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്തു. കാരണം ഇതിന് ആ ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അതിൽ കുറച്ചും കൂടി ചോക്ലേറ്റ് പൗഡറും കൂടി ആഡ് ചെയ്ത് ഞങ്ങൾക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കിടു പുഡിങ്. ഡേറ്റ്സിൻ്റെ മധുരം കൂടി ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിയ സീഡ് പുഡിങ്ങിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. കാണാനൊക്കെ സൂപ്പറാണ്, കഴിക്കാനും സൂപ്പറാണ്. മിൽക്കും ചിയ സീഡ്സും ഡേറ്റ്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ് പൗഡറും പിന്നെ മേലെ ബ്ലാക്ക്ബെറീസും അത്രയ്ക്കേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ലഞ്ചിന് ഞാൻ ഈ ബ്ലാക്ക് റൈസ് വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. സൂപ്പർ ഹെൽത്തി റൈസാന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് എനിക്കറിയില്ല. സാധാരണ നമ്മുടെ ചോറ് കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്താൽ മതിയോന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഹോൾ ഗ്രെയിൻ വെച്ചിട്ടാണ് ഇവർ ആ റൈസ് ഉണ്ടാക്കിയേക്കുന്നതെന്നാണ് ഇവർ അതിൽ എഴുതിയേക്കുന്നത്. പിന്നെ ബെറീസൊക്കെ, ഇപ്പോൾ ബ്ലാക്ക്ബെറി, ബ്ലൂബെറി അങ്ങനത്തെ ബെറീസൊക്കെ വെച്ചിട്ടാണ് ഇവർ ആക്ച്വലി ഈ ബ്ലാക്ക് കളറ് ഇതിന് കൊണ്ടുനിൽക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞു, എന്നിട്ടും ഈ അരിക്ക് ഒരു അനക്കവും ഇല്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഒരു 30-35 മിനിറ്റ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ റൈസ് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് സെറ്റാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെജീസും ചിക്കനും ഒക്കെ ആഡ് ചെയ്തിട്ട് ഏകദേശം ഞാനിത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് സോയാ സോസും പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണക്കിറച്ചി, അതും ബ്ലാക്കാണല്ലോ, അപ്പോൾ ഇതിൻ്റെ കൂടെ നന്നായി ചേരും. അപ്പോൾ ഞാനപ്പോൾ ഇതെല്ലാം സെറ്റൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം ബ്ലാക്കാണ്, ഭയങ്കര ബ്ലാക്ക് കളറില്ല, കുറച്ച് പർപ്പിൾ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി അത് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് റൈസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ അത് കഴുകിയല്ലേ. ഇവിടെ ഇടിയിറച്ചിയുണ്ട്, അപ്പോൾ അത് കഴിച്ചു നോക്കാം. ആ റൈസ് ഹോണസ്റ്റായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ആ റൈസ് അത്ര ടേസ്റ്റില്ല. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് മീറ്റിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്കത് കഴിക്കാൻ പറ്റും.
അപ്പം മൊത്തത്തിൽ ടേസ്റ്റ് ഉണ്ട്. ഒരു പൊടിക്കും കൂടി ഞാൻ ഈ റൈസ് വേവിക്കണമായിരുന്നോ എന്നും കൂടി എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട് ഫ്രൈഡ് റൈസ് ആയിട്ട്. പക്ഷെ നമ്മുടെ സാധാ അരിയായിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് തീരെ ടേസ്റ്റ് ഇല്ല ഈ റൈസ്. പക്ഷെ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇടിയിറച്ചി, അത് പൊളിയാണ്, പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ ഇത് സംഭവം കിടുവായിട്ടുണ്ട്. ബ്ലാക്ക് റൈസ് ഞാൻ വിചാരിച്ച അത്ര മോശമല്ല, ഞാൻ ഇതിലും മോശമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നണേ. ഞാൻ വിചാരിച്ചത് ഡെസേർട്ട് റൈസാണ്, വല്ല ഡെസേർട്ടും ഉണ്ടാക്കേണ്ട വരുമോ എന്ന് വിചാരിച്ചു ഇതുകൊണ്ട്. പക്ഷെ കുഴപ്പമില്ല ഇങ്ങനെ കഴിച്ചിട്ടും. പക്ഷെ ഇതിന് ആ ബെറിയുടെ ഒക്കെ മണമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ കളറ് യെസ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ചലഞ്ച് ഞാൻ ഈ ചായ കുടിച്ച് അവസാനിപ്പിക്കുകയാണ്. ബ്ലാക്ക് ചലഞ്ച് മൊത്തത്തിൽ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ ഹെൽത്ത് വൈസ് അത്ര സൂപ്പറോത്തോ അല്ലെങ്കിൽ ടേസ്റ്റ് വൈസ് സൂപ്പറാണ്. ടേസ്റ്റ് വൈസ് ആക്ച്വലി ഞാൻ 10ൽ ഒരു 8 കൊടുക്കും. 8.5 വേണമെങ്കിൽ കൊടുക്കാം, 8.5 കൊടുക്കും 10ൽ. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കോഫി കുടിച്ചു, വൈൻ കുടിച്ചു, പിന്നെ പാസ്തയിൽ കുറച്ച് വൈൻ കഴിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച റൈസൊക്കെ ഭയങ്കര ഹെൽത്തി ആയിരുന്നു. അപ്പോൾ ഞാനതിന് ഹെൽത്ത് വൈസ് ഒരു 7 കൊടുത്തേക്കാം, വേണ്ട 6.5 കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ചലഞ്ചായിട്ട് ഞാൻ പിന്നെയും വരും. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. താങ്ക് യു ഓൾ.